എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. ആദ്യം തന്നെ മാതാവിനോട് ഒരു 1000 നന്ദി പറയുവാണ്. കാരണം അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാ പ്രശ്നങ്ങളും അമ്മ മാതാവ് മാറ്റുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. എത്ര വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നവരാണെങ്കിലും ഈ പ്രത്യേക പ്രാർത്ഥനയിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തി തന്ന ഈ പ്രാർത്ഥനയിൽ മുഴുവനായിട്ട് നിങ്ങൾ പങ്കുചേരുകയും ഈ പ്രാർത്ഥന മുഴുവനായിട്ട് പങ്കുചേർന്നതിന് ശേഷം നിങ്ങളുടെ ആവശ്യങ്ങൾ അതെന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് ഇടുകയും കൂടെ ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ മറ്റു മക്കളെയും കൂടെ അമ്മ മാതാവിലേക്ക് അടുപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന വീഡിയോ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് 7:30 അമ്മ മാതാവ് വെളിപ്പെടുത്തുന്ന ലൈവിൽ നിങ്ങളെല്ലാവരും പങ്കുചേരുക. അതിനായിട്ട് നിങ്ങൾ ചാനലിൽ കയറി ജോയിൻ ചെയ്ത് നിങ്ങൾ അമ്മ മാതാവിൻ്റെ ലൈവിൽ അധികം ഭക്തിയോട് കൂടെ തന്നെ പങ്കുചേരുക. നിങ്ങളുടെ പ്രശ്നങ്ങളിൽ അമ്മ മാതാവിനോട് നിങ്ങൾ നേരിട്ട് സമർപ്പിക്കുക. എത്ര വലിയ പ്രശ്നമാണെങ്കിലും അമ്മ മാതാവിൽ അതായത് ആ 3 പ്രോമിസുകൾ ലഭിക്കുന്നത് ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ ഈ ചാനലിലുള്ള ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കൾക്കാണ്. അങ്ങനെ അതിൽ രണ്ടിലും പങ്കെടുക്കുന്ന മക്കൾ അമ്മ മാതാവിൻ്റെ ആ 3 പ്രോമിസിൽ അംഗങ്ങളാണ്. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഞാൻ ഉറപ്പ് പറയും നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതാണ്. അമ്മ മാതാവ് വെളിപ്പെടുത്തിയ കാര്യമാണ്. അമ്മ മാതാവിൻ്റെ ഉറപ്പ് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അമ്മ മാതാവ് അനേക മക്കളെ സാമ്പത്തികപരമായിട്ട് അമ്മ മാതാവ് ഉയർത്തുന്നതും സമ്പത്ത് കൊണ്ട് മാതാവ് ഉയർത്തുന്നതും അതുപോലെ തന്നെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടെ ഒരു അപകടവും കൂടാതെ അമ്മ മാതാവ് കരങ്ങളിൽ കാത്തുകൊള്ളുന്നതും അമ്മ മാതാവിൻ്റെ ഇടപെടൽ അനേകം ഈ ചാനലിലൂടെ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മയുടെ പ്രത്യേക കാര്യത്തിൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് ഈ മക്കൾ പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ മാതാവ് ഇവരുടെ സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും അമ്മ മാതാവ് എടുത്തു നീക്കണമേ. അമ്മ മാതാവ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെയാണ് ഈ മക്കൾ കടന്നു പോകുന്നത്. അമ്മ മാതാവ് ഇവരെ അമ്മ മാതാവ് കാത്ത് സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് ഈ മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് ഓരോരോ പ്രശ്നങ്ങളും അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും അമ്മ മാതാവ് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവരുടെ പ്രശ്നങ്ങളെല്ലാം അമ്മ മാതാവ് ഇടപെട്ടുകൊണ്ട് ഇവരുടെ കുടുംബത്തിലുള്ള എല്ലാ പൈശാചികപരമായിട്ടുള്ള ബന്ധനങ്ങളും അമ്മ മാതാവ് പൊട്ടിച്ചെറിയണം. അമ്മ മാതാവ് ഈ മക്കളുടെ കൂടെ നിൽക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ്. അമ്മ മാതാവ് ഈ ചാനലിലെ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുകയും എല്ലാ ദിവസവും പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും അതുപോലെ തന്നെ മറ്റു മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന ഈ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കണം. അമ്മ മാതാവ് അതുപോലെ തന്നെ ഈ ചാനലിലെ പ്രാർത്ഥനകൾക്കെല്ലാം അവരുടെ ആവശ്യങ്ങൾ കമൻ്റായിട്ട് ഇടുന്നവരുടെ ആവശ്യങ്ങൾ അമ്മയുടെ പക്കലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. അമ്മ മാതാവ് ആ ആവശ്യങ്ങളെല്ലാം തന്നെ അമ്മ മാതാവ് നടത്തി കൊടുക്കണമേ. അമ്മ മാതാവ് അവരുടെ ബുദ്ധിമുട്ടുകളിലെല്ലാം അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ ചാനലിൽ പ്രാർത്ഥനകളിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയണം. അമ്മ മാതാവ് ഈ പ്രാർത്ഥന എത്ര വർഷങ്ങൾക്ക് ശേഷം പങ്കെടുക്കുന്നതാണെങ്കിലും ആ സമയത്ത് പങ്കെടുക്കുന്ന സമയത്ത് ആ മക്കളിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവണം. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നമ്മോട് നന്ദി പറയണം. അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ട്. അമ്മ മാതാവ് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിക്കൊണ്ട് അമ്മ മാതാവ് അവർക്ക് അനുഗ്രഹം നൽകണമേ. അമ്മ മാതാവിന് എനിക്കറിയാം അമ്മ മാതാവ് തീർച്ചയായിട്ടും ഈ മക്കളുടെ കുടുംബത്തിൽ സാമ്പത്തികം അമ്മ മാതാവ് ഉണർത്തിക്കൊണ്ട് വരും. അമ്മ മാതാവിൻ്റെ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകുന്നതാണ്. സമ്പത്ത് ഈ മക്കളുടെ കുടുംബത്തിൽ കുമിഞ്ഞുകൂടും. അമ്മ മാതാവ് ഒരുപാട് അത്ഭുതങ്ങൾ അമ്മ മാതാവ് നടത്തുന്നുണ്ട്. അതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് സാമ്പത്തികപരമായിട്ട് എല്ലാ മക്കളെയും ഈ ചാനലിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അമ്മ മാതാവ് ചേർത്ത് പിടിച്ച് ഉയർത്തുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. എത്ര ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന മക്കളാണെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാത്ത മക്കളാണെങ്കിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അമ്മ മാതാവ് തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവും. അമ്മ മാതാവ് അവരുടെ സാമ്പത്തികപരമായിട്ട് ഉന്നതിയിലേക്ക് അവർ കൊണ്ടുപോകും. അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവ് കടബാധ്യതയിലൂടെ മുങ്ങിപ്പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കടബാധ്യത മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് അതുപോലെ തന്നെ ജപ്തി വക്കിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ ജപ്തിയുടെ സാഹചര്യമൊക്കെ മാറ്റിക്കൊണ്ട് അവർക്ക് സമ്പന്നതയിലൂടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഏതെങ്കിലും തരത്തിലുള്ള സന്തോഷവും സമാധാനം ഇവരുടെ കുടുംബത്തിലില്ലായെങ്കിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ട് സന്തോഷവും സമാധാനത്തോടെ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം. അമ്മ മാതാവ് ഏതെങ്കിലും തരത്തിൽ ബിസിനസ് ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് അവർ ചെയ്യുന്ന ബിസിനസ്സിൽ അവർക്ക് നല്ല രീതിയിൽ സക്സസ് ആകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ. അമ്മ മാതാവ് ഈ മക്കളെല്ലാവരും ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയണം. അമ്മ മാതാവ് ഇവരുടെ എല്ലാവരുടെയും കാര്യത്തിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയണം. അമ്മ മാതാവ് വെളിപ്പെടുത്തിയതാണ് ഈ മക്കളെല്ലാവരും അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാണെന്ന്. ഈ ചാനലിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ലൈവിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന മക്കളെല്ലാവരും അമ്മ മാതാവിൻ്റെ സ്വന്തം മക്കളാണെന്നാണ് അമ്മ മാതാവ് വെളിപ്പെടുത്തിയത്. അമ്മ മാതാവ് ഇപ്പോൾ
പോലും വെളിപ്പെടുത്തുന്ന ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെ അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ്. അമ്മ മാതാവിൻ്റെ സ്നേഹം ഒരു ലിമിറ്റുമില്ലാത്ത സ്നേഹമാണ് അമ്മ മാതാവ് ഇന്നലത്തെ ലൈവിൽ അമ്മ മാതാവ് വെളിപ്പെടുത്തി. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുവാണ് അമ്മ മാതാവ്. അതുപോലെ തന്നെ അമ്മ മാതാവ് ഈ ചാനലിൽ പങ്കെടുക്കുന്ന ഈ മക്കൾക്ക് ജോലിയില്ലാത്ത മക്കളാണെങ്കിൽ അമ്മ മാതാവ് അവർക്ക് ജോലി ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവ്. നല്ല സാലറിയോടുകൂടെ സമ്പന്നതയിൽ ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നല്ലൊരു ജോലി ഇവർക്ക് ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവ്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന മക്കളെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവർക്ക് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുവാനായിട്ടുള്ള സാഹചര്യം അമ്മ മാതാവ് ഒരുക്കണമേ അമ്മ മാതാവ്. ഇവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നല്ല സുരക്ഷിതത്തോടുകൂടെ അവർക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം അമ്മ മാതാവ് ഇടയാക്കണമേ അമ്മേ മാതാവ്. അമ്മയുടെ പ്രത്യേക കരുതൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവ്. അമ്മ മാതാവ് ഈ മക്കളെല്ലാം അവരെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയുകയാണ് അമ്മേ മാതാവ്. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ മാതാവ് അവരുടെ കാര്യത്തിൽ അമ്മയുടെ പ്രത്യേക ഇടപെടൽ ഉണ്ടാവണമേ അമ്മേ മാതാവ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവേ. അതുപോലെ തന്നെ അമ്മ മാതാവേ, എക്സാം എഴുതുവാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ പ്രത്യേക ഇടപെടൽ ഉണ്ടാകണമേ അമ്മ മാതാവേ. ഇൻ്റർവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടൽ ഉണ്ടാകണമേ അമ്മ മാതാവേ. ജോലി സംബന്ധമായ ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും ആ ബുദ്ധിമുട്ടിലൊക്കെ അമ്മ മാതാവിൻ്റെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അമ്മ മാതാവ് ജോലികൾ തരും. അമ്മ മാതാവ് നല്ല ശമ്പളങ്ങൾ ലഭിക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവും. അമ്മ മാതാവ് നിങ്ങളെപ്പോഴും കാത്തുകൊള്ളും. അമ്മ മാതാവ് നിങ്ങളെ സുരക്ഷിതമായിട്ട് കാത്തുകൊള്ളും. അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടൽ ഈ മക്കളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവേ. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന മക്കൾ ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ രോഗ സാഹചര്യങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. ഈ മക്കളെ അമ്മ മാതാവ് ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവ്. അമ്മയുടെ സ്നേഹം എത്രയോ വലുതാണ്. അമ്മ മാതാവ് ഈ മക്കളെ കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവ്. അമ്മ ഈ മക്കളെ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ഇവരുടെ ജീവിതം അമ്മയിലൂടെ തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവ്. കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവ് അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കൊണ്ട് സന്തോഷവും സമാധാനം അവരുടെ കുടുംബത്തിൽ ഉണ്ടാകുവാനായിട്ട് അമ്മ മാതാവ് ഇവരുടെ കാര്യത്തിൽ ഇടയാക്കണം അമ്മ മാതാവ്. അമ്മ മാതാവ് ഈ മക്കളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയണം അമ്മ മാതാവേ. അമ്മ മാതാവ് പൂർണ്ണമായിട്ട് ഇവർ ഏറ്റെടുത്തിരിക്കുന്നതിനെ ഓർത്ത് അമ്മയോട് നന്ദി പറയണം അമ്മ മാതാവേ. അതുപോലെ തന്നെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക ബന്ധനങ്ങളുണ്ടെങ്കിൽ അമ്മ മാതാവ് അതെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഇവരെ സ്വതന്ത്രരാക്കണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ വിവാഹം നടക്കാത്ത മക്കൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ അവർക്ക് പെട്ടെന്ന് തന്നെ വിവാഹം നടക്കുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അതുപോലെ തന്നെ മക്കളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുണ്ടെങ്കിൽ അമ്മ മാതാവേ അവർക്ക് മക്കളുണ്ടാകുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവ്. എല്ലാ തരത്തിലുള്ള രോഗാവസ്ഥയിൽ നിന്ന് അമ്മ മാതാവ് ഈ മക്കളെ വിടുവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയുകയാണ് അമ്മ മാതാവേ. അതുപോലെ തന്നെ അമ്മ മാതാവേ ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരാൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അമ്മ മാതാവ് ഈ മക്കളെ അമ്മ ഉയർത്തിക്കൊണ്ട് മറ്റുള്ളവരെ ബഹുമാനിക്കപ്പെടുന്നു മറ്റുള്ളവരെ സഹായിക്കുന്നതുമായിട്ടുള്ള മക്കളാക്കി മാറ്റുവാനായിട്ട് അമ്മയുടെ ഇടപെടൽ ഉണ്ടാവണമേ അമ്മ മാതാവേ. അമ്മ മാതാവ് ഈ മക്കളെ പ്രത്യേകമായിട്ട് കരുതുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മ മാതാവേ. ഇവരെ പൂർണ്ണമായിട്ട് അമ്മ മാതാവ് അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മ മാതാവേ. അമ്മ മാതാവ് ഈ മക്കളെ ഏറ്റെടുത്തതിനെ ഓർത്ത് ഞാൻ അമ്മയോട് നന്ദി പറയണം അമ്മ മാതാവേ. എല്ലാ മക്കളും അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുക.